നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ 101 കവിതകളടങ്ങുന്ന സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉറങ്ങാത്ത രാവ് എന്നാണ് കവിതയുടെ പേര്. ചില രാവുകളിൽ നമ്മൾ അറിയാത്തതും ചിന്തിക്കാത്തതും എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ നമ്മളെ മാടി വിളിക്കാറുണ്ട്. പൊയ്പോയ കാലസ്മരണകളും പൊയ്പോയ കാല അനുഭവങ്ങളും നമ്മളെ പല ഒരു തൊട്ട് തലോടി കടന്നുപോയിട്ടുണ്ട്. 1987 കാലഘട്ടത്തിൽ ഞാൻ സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കുമ്പോൾ അന്ന് വിഭജനമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ മോസ്കോയിലെ തെരുവുകളിലൂടെ ഒരു മുണ്ടും ജൂബയും ഷാളും ഇട്ട് നടന്നു പോകുമ്പോൾ ഒരുപാട് പേർ അതിശയത്തോടു കൂടിയാണ് എന്നെ നോക്കിയത്. കാരണം കൊടും തണുപ്പ്, മഞ്ഞ് പെയ്തിറങ്ങുകയാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായി മഞ്ഞ് കണങ്ങൾ പെയ്തു വീഴുന്നത് ആദ്യമായി കാണുന്നത് അന്നാണ്. ദേഹം മുഴുക്കയും മഞ്ഞുകൊണ്ട് മൂടപ്പെട്ടു. ഞാൻ നടക്കുകയാണ് അനസ്യൂതം. മോസ്കോ ലൈബ്രറി എൻ്റെ ഓപ്പോസിറ്റായിട്ട് കാണുകയാണ്. താമസിക്കുന്ന ഹോട്ടലിൻ്റെ നേരെ എതിർവശത്ത്. അപ്പോൾ അവിടുത്തെ ഒരു പാർക്കിൽ ഒരു 5 മിനിറ്റ് ഇരുന്നതേ ഉള്ളൂ. നമുക്ക് അടുത്തുള്ളവരെ കാണാൻ കഴിയുന്നില്ല. ആ തരത്തിൽ മഞ്ഞിങ്ങനെ പെയ്ത് വീഴുകയാണ്. ചിലർ ബെഞ്ചിൽ കിടക്കുന്നു, ചിലർ അതുവഴി നടന്നു പോകുന്നത് വളരെ ചുരുക്കം. ആ അനുഭവങ്ങൾ പലപ്പോഴും മനസ്സിൽ ഓടിയെത്താറുണ്ട്. അതുപോലെ ഖത്തറിൽ ഒരു രാത്രി അവിടുത്തെ ഗവൺമെൻറ് ബസ്സിൽ കുറച്ചകലെയുള്ള ഒരു ഗ്രാമം കാണാനായി പോവുകയാണ്. അപ്പോൾ മനസ്സിൻ്റെ ചിന്ത അവിടെ പോയി ബസ്സിൽ ഇറങ്ങിയ ശേഷം തിരിച്ച് നടന്ന് റൂമിലെത്താം. ഉംസലാൽ അലി എന്ന സ്ഥലത്താണ് ഞാനന്ന് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ സ്ഥലം ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അവിടുന്ന് ഒരു 5-6 കിലോമീറ്ററേ കാണൂ എന്നുള്ള രീതിയിൽ അതിനകത്ത് കയറിയിരുന്നു. അവിടെ ചെന്നിറങ്ങി ആ ബസ് തിരികെ ഇങ്ങോട്ട് വരില്ല. നാളെ രാവിലെ അതവിടെ തിരിക്കൂ. മനസ്സിന് ടെൻഷനായി. എങ്ങനെ തിരികെ വരിക? നോക്കിയപ്പോൾ 30-36 കിലോമീറ്റർ ദൂരമുണ്ട്. അറിയാതെ ഒരു 6-7 കിലോമീറ്റർ നടന്നു. അവിടെ എങ്ങും വൈദ്യുതിയില്ല. ഇവിടത്തും വെളിച്ചം കാണാനേ ഇല്ല. ഇരുട്ടത്തൂടെ നടക്കുകയാണ്. അപ്പോഴായിട്ട് കടന്നു പോകുന്ന 3-4 വാഹനങ്ങൾ മാത്രം. കുറേയേറെ ദൂരം നടന്നു. അങ്ങനെ എൻ്റെ മനസ്സിൻ്റെ വിളിയോ എൻ്റെ മനസ്സിൻ്റെ വേദനയോ അറിയാതെ ഒരു കാർ ഡ്രൈവർ നമ്മളെ സഹായിക്കുകയും എൻ്റെ സ്ഥലത്തിന് ഒരു 6 കിലോമീറ്റർ മുമ്പായിട്ട് അയാൾ എന്നെ ഇറക്കി വിടുകയും ചെയ്തു. വീണ്ടും നടന്ന് റൂമിലെത്തുമ്പോൾ രാത്രി 2:30 മണി. ഒരു ഗ്രാമം കാണാൻ പോയ ഒരു അനുഭവമാണ്. അപ്പോൾ അങ്ങനെ പല പല അനുഭവങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മിന്നി തിളങ്ങി കടന്നു പോകും. അത് എങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള ഒരു രാവ്, ആ രാവിൽ കുറിക്കപ്പെട്ട ഒരു കവിതയാണ് ഉറങ്ങാത്ത രാവ്. അതിലെ ചില വരികൾ ഞാൻ വായിക്കാം. നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ, നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ, നിശീദിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ, നിശബ്ദമാരാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ, നിശീദിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ,
കണ്ട കാഴ്ചകൾ കണ്ടുമയങ്ങിയോ അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ? നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീധിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? നിശീധിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? കാലമാം പൊയ്കയിൽ നിലയില്ലാ കയത്തിൽ നീന്തി നിവർന്നുവോ? കാലമാം പൊയ്കയിൽ നിലയില്ലാ കയത്തിൽ നീന്തി നിവർന്നുവോ? എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നേ പറയേണ്ടു. എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നേ പറയേണ്ടുവോ? നിശബ്ദമാം മാറിൽ നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീതിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? തുടർന്നുള്ള വരികൾ അതിൻ്റെ ദൃശ്യാവിഷ്കാരവും നിങ്ങൾ കാണുമല്ലോ. ഇവിടെ നിർത്തട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീധിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീധിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? കാണാ കാഴ്ചകൾ കണ്ടുമയങ്ങിയോ അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ? കാണാ കാഴ്ചകൾ കണ്ടുമടങ്ങിയോ അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ? നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീധിനി നീ എന്തേ ഒന്നും മിണ്ടാത്തെ? കാണാ കാഴ്ചകൾ കണ്ടുമയങ്ങിയോ അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ? കാലമാം പൊയ്കയിൽ നിലയില്ലാ കയത്തിൽ നീന്തി നിവർന്നുവോ? കാലമാം പൊയ്കയിൽ നിലയില്ലാ കയത്തിൽ നീന്തി നിവർന്നുവോ? എല്ലാ വിധി വൈപരീത്യങ്ങൾ എന്നേ പറയേണ്ടുവോ? കാലമാം പൊയ്കയിൽ നിലയില്ലാ കയത്തിൽ നീന്തി നിവർന്നുവോ? എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നേ പറയേണ്ടുവോ? ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാം ഭൂതലം എത്ര ചേതോഹരാം. ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാം ഭൂതലം എത്ര ചേതോഹരം. എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നേ പറയേണ്ടു. ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാം ഭൂതലം എത്ര ചേതോഹരം. നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ നിശീധിനി നീ എന്തേയൊന്നും മിണ്ടാത്തെ? കാണാ കാഴ്ചകൾ കണ്ടുമയങ്ങിയോ അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ? മനസ്സിൻ ചെപ്പു തുറക്കവേ കാളിദാസനും ഭാസനും. മനസ്സിൻ ചെപ്പു തുറക്കവേ കാളിദാസനും ഭാസനും മുന്നിലേക്ക് നടന്നടക്കുന്നു. മുന്നിലേക്ക് നടന്നെടുക്കുന്നു. 1000 കഥകൾ പറഞ്ഞു തരാനായി. ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാം ഭൂതലം എത്ര ചേതോഹരം. മനസ്സിൻ ചെപ്പു തുറക്കവേ കാളിദാസനും ഭാസനും മുന്നിലേക്ക് നടന്നെടുക്കുന്നു. 1000 കഥകൾ പറഞ്ഞു തരാൻ. വേദനയുടെ ലോകമല്ല മറിച്ച് സന്തോഷത്തിൻ്റെ മരതകമണികളുമായി. വേദനയുടെ ലോകമല്ല മറിച്ച് സന്തോഷത്തിൻ്റെ മരതകമണികളുമായി. ഓ എന്തൊരവസ്ഥ, ഓ എന്തൊരവസ്ഥാന്തരം അനുഭവിക്കും നീ മനസ്സ്.
ഓ എന്തൊരവസ്ഥാന്തരം അനുഭവിക്കും നീ മനസ്സിൽ സ്നേഹത്തിൻ്റെ തേന്മഴ പെയ്തിറങ്ങും നീരാവിൽ. ഓ എന്തൊരവസ്ഥാന്തരം അനുഭവിക്കും നീ മനസ്സിൽ സ്നേഹത്തിൻ്റെ തേന്മഴ പെയ്തിറങ്ങും നീരാവിൽ. നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ, നിശബ്ദമാം രാവിൽ മഞ്ഞുതുള്ളികൾ പൊഴിയവേ, നിശീതിനി നീ എൻ്റെ ഒന്നും മിണ്ടാത്ത കാണാ കാഴ്ചകൾ കണ്ടു മയങ്ങിയോ, അതോ കേദാരരാഗം കേട്ടു മയങ്ങിയോ, കാണാ കാഴ്ചകൾ കണ്ടു മയങ്ങിയോ, അതോ കേദാരരാഗം കേട്ടുമയങ്ങിയോ, കാലമാം പൊയ്കയിൽ നേയില്ല കയത്തിൽ നീന്തിന്നു വന്നുവോ, കാലമാം പൊയ്കയിൽ നിലയില്ല കയത്തിൽ നീന്തി വന്നുവോ. എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നെ പറയേണ്ടുവോ, എല്ലാം വിധി വൈപരീത്യങ്ങൾ എന്നെ പറയേണ്ടുവോ. ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാഭൂതലം എത്ര ചേതോഹരം, ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാഭൂതലം എത്ര ചേതോഹരം, ഉറങ്ങാത്ത രാവിൽ നിശബ്ദമാഭൂതലം എത്ര ചേതോഹരം.